വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. അള്ളാഹുവിന്റെ ഏകത്വം അവർക്ക് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു തെളിവാണ് അള്ളാഹുവിന് അറിയാവുന്ന ഒരു നിശ്ചിത സങ്കേതം വരെ അതിനെ വിട്ടുകടക്കാതെ ഈ സൂര്യൻ സഞ്ചരിക്കുന്നു എന്നത്. ഈ ക്രമീകരണം ആർക്കും പരാജയപ്പെടുത്തുക സാധ്യമല്ലാത്ത മഹാപ്രതാപിയും തന്റെ സൃഷ്ടികളുടെ ഒരു കാര്യവും അവ്യക്തമാക്കാത്ത സർവജ്ഞാനിയുമായ അള്ളാഹുവിന്റെ ക്രമീകരണമാണ്. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ അത് പഴയ ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെയായി തീരുന്നു. അള്ളാഹുവിന്റെ ഏകത്വം അവർക്ക് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു തെളിവാണ് അള്ളാഹു ഓരോ രാത്രിയിലും വ്യത്യസ്ത സഞ്ചാര സ്ഥാനങ്ങൾ കൃത്യമായി ക്രമീകരിച്ച ചന്ദ്രൻ. അതാരംഭിക്കുന്നത് ചെറിയതായാണ്, പിന്നെ അത് വലുതാകുന്നു, വീണ്ടും ചെറുതാകുന്നു. അങ്ങനെ വളവിലും മഞ്ഞ നിറം പൂണ്ടതിലും പഴക്കത്തിലും എല്ലാം അങ്ങേയറ്റം നുരുമ്പിത്തീർന്ന ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെ അതായിത്തീരുന്നു. സൂറത്തുൽ യൂനുസിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണാം: സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അവനാകുന്നു, ചന്ദ്രനെ അവനൊരു ശോഭയാക്കുകയും അതിന് ഘട്ടങ്ങൾ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിനു വേണ്ടി. യഥാർത്ഥ മുറപ്രകാരമല്ലാതെ അള്ളാഹു അതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തെളിവുകൾ വിശദീകരിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ റസൂലും നമ്മളും തമ്മിലുള്ള ബന്ധം സൂര്യനും ചന്ദ്രനും പോലെ തന്നെയാണെന്ന്? റസൂലുള്ളാഹി അല്ലാഹു ഖുർആനിൽ സിറാജൻ മുനീറ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് പ്രകാശം പരത്തുന്ന വിളക്കായാണ് അള്ളാഹു നബിയെ ഉപമിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. മുഹമ്മദ് നബിയുടെ ആ വെളിച്ചം ആർക്കാണ് ലഭിക്കുന്നത്? സ്വഹാബാക്കൾക്കും വന്ധ്യനാൾ വരെ വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഈ വെളിച്ചം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ ഉപമിക്കാവുന്നത് സൂര്യന്റെ പ്രകാശം ലഭിക്കുന്ന ചന്ദ്രനെ പോലെയാണ്. അതായത് ചന്ദ്രന് സ്വന്തം വെളിച്ചമില്ല, എന്നാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് മാത്രമാണ് അതിന് ശോഭ ലഭിക്കുന്നത്. വൽഖമറ ഖദ്ദർനാഹു മനാസില. ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ചന്ദ്രനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഈമാനും ഇതുപോലെ തന്നെയാണ്. പല ഘട്ടങ്ങളിലായി മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്നു, കുറയുകയും കൂടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് ആ ഈമാൻ എന്ന വെളിച്ചത്തെ അണയാതെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്.